കർത്താവിൽ പ്രിയരെ, ഈ പുതിയ ദിവസവും ദൈവമായ കർത്താവ് നമുക്ക് ദാനമായി തന്നാണെന്നും ഇന്നത്തെ ദിവസം ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തതൊക്കെയും നമുക്ക് നിവർത്തിച്ചു തരും എന്ന് നാം വിശ്വസിക്കുന്നു എന്നതും സത്യമാണ്. എന്നാൽ പലപ്പോഴും വാഗ്ദത്തമുള്ളതുകൊണ്ടും വിശ്വസിച്ചു എന്ന കാരണത്താലും നമുക്ക് ലഭിക്കേണ്ട എല്ലാ നന്മകളും നമുക്ക് ലഭിച്ചോണമെന്ന് നിർബന്ധമില്ല. ദൈവം വാഗ്ദത്തം ചെയ്തത് ലഭിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തുടർന്നുള്ള ചിന്തയിൽ ഞാനത് വിശദീകരിക്കാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം വായിക്കട്ടെ. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. ഇസ്രയേൽ ജനത്തിന്റെ മരുപ്രയാണത്തിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം മോശയുടെ കാലശേഷം യോശുവ ദൗത്യമേറ്റെടുത്തു ജനത്തെ മുന്നോട്ട് നടത്തുകയാണ്. എന്നാൽ താൻ ഏറ്റെടുക്കുന്ന ഈ പുതിയ ദൗത്യം പൂർണ്ണമായും ജയകരമായിട്ട് പൂർത്തീകരിക്കാൻ ദൈവമായ കർത്താവ് യോശുവയോട് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ദൈവിക വാഗ്ദത്തങ്ങൾ പൂർണ്ണമായും പ്രാപിച്ചെടുക്കേണ്ടതിന് അയക്കപ്പെട്ട ദൈവജനത്തിന്റെ മുമ്പിൽ നടക്കുകയാണ് യോശുവ. മോശയ്ക്ക് ശേഷം ആരുടെയും യാതൊരു തർക്കമോ അഭിപ്രായമോ ഒന്നുമില്ലാതെ ദൈവം നേരിട്ടാണ് യോശുവയെ നിയമിക്കുന്നത്. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല, നേരെ നിൽക്കില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ വാഗ്ദത്തം എന്താണ് വേണ്ടത്? എന്നാൽ ഈ വാഗ്ദത്തം നൽകിയ ദൈവം തന്നെ യോശുവയോട് പറയുന്നു, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം. ആദ്യം ഞാൻ സൂചിപ്പിച്ചത് ഒന്ന് ആവർത്തിക്കട്ടെ. അതായത് ദൈവിക വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയാത്ത നിലകളിൽ സാഹചര്യങ്ങളോട് നമ്മൾ മല്ലിടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉറപ്പും ധൈര്യവും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വെച്ച് അലസത നമ്മെ പിടികൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി നിവർത്തിക്കപ്പെടാൻ തടസ്സമായി തീരുമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. 7-ാമത്തെ വാക്യത്തിലും യോശുവയോട് ദൈവം പറയുന്നു, എന്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അതായത് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന ഒറ്റ ചിന്തയിൽ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി ഓടിയാൽ പോരാ, മറിച്ച് നമ്മുടെ ലക്ഷ്യം എങ്ങനെയായിരിക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ ഒരു രാജാവ് നിർണായകമായ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു. തന്റെ സൈന്യം അല്പം ദുർബലമാണെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ സൈന്യാധിപനും രാജാവിന് ഉറപ്പുകൊടുത്തു, താനും പോരാടണമെന്ന് നിശ്ചയിച്ചു. സൈനികനും രാജാവിനും നല്ല ഉറപ്പുണ്ട് ഏതു നിലയിലും യുദ്ധം ജയിക്കുമെന്ന്. എന്നാൽ യുദ്ധം ചെയ്യേണ്ട സൈനികർക്ക് ഉറപ്പില്ലായിരുന്നു അവർ യുദ്ധം ജയിക്കും എന്നുള്ളത്. യുദ്ധഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് അവർ കണ്ട ഒരു ആരാധനാലയത്തിൽ അവരെല്ലാവരും കയറി. രാജാവും പ്രാർത്ഥനാ നിരതനായി. സൈന്യാധിപന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഒരു നാണയം മുകളിലേക്ക് എറിഞ്ഞിട്ട് താൻ ഇങ്ങനെ പറഞ്ഞു, രാജശിരസിന്റെ മുദ്രയാണ് മുകളിൽ വരുന്നതെങ്കിൽ വിജയം സുനിശ്ചയമാണ്, ഇല്ലെങ്കിൽ തോൽക്കുമെന്നുള്ളതും ഉറപ്പാണ്. മുകളിലേക്കെറിഞ്ഞ നാണയം ഈ സൈന്യാധിപന്റെ കൈകളിൽ വന്ന് വീണത് രാജശിരസിന്റെ മുദ്രയുള്ള ഭാഗം മുകളിലായിട്ടായിരുന്നു. ആഹ്ലാദം കൊണ്ട് മതിമറന്ന സൈനികർ പോരാട്ടവീര്യം മുഴുവൻ പുറത്തെടുത്ത് പോരാടി അവർ യുദ്ധം വിജയിച്ചു. വിജയത്തിൽ അവർ എല്ലാവരും സന്തോഷിച്ചു കൊണ്ടിരിക്കെ സൈന്യാധിപൻ ഒരു കള്ളച്ചിരിയോടെ താൻ മുകളിലേക്കെറിഞ്ഞ നാണയം അവരെ കാണിച്ചു. ഇരുഭാഗത്തും രാജശിരസ്. സൈന്യം ദുർബലമാണെന്ന് രാജാവിനും സൈന്യാധിപനും അറിയാം. എങ്കിലും അവർക്ക് ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ യുദ്ധം ചെയ്താൽ ജയിക്കില്ല എന്ന ചിന്തയോടാണ് സൈനികർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ നാണയം മുകളിലേക്ക് എറിഞ്ഞതിന് കാരണത്താൽ സൈനികർക്ക് ഒരു ഉറപ്പുണ്ടായി, ഞങ്ങൾ യുദ്ധം ജയിക്കുമെന്നത്. അതായത് അവർക്ക് ഇപ്പോൾ നല്ല ഉറപ്പും ധൈര്യവുമായി. ഏതെങ്കിലും നിലയിലുള്ള തോൽവി നേരിടേണ്ടി വരുമ്പോൾ നമ്മളൊക്കെ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേരാണ് എല്ലാം വിധി. മറ്റുള്ളവർക്ക് തോൽവിയല്ല വിജയമാണെങ്കിൽ അത് അവരുടെ ഭാഗ്യം.
വിധിയെന്ന് മാത്രം പറയാതെ ചിലർ ആ പേര് മറ്റു ചില വാക്കുകളിലേക്ക് കൂടി പടർത്തും. അതായത് യോഗം, തലേവര, സമയദോഷം. സത്യത്തിൽ വിധിയും സമയദോഷവും തലേവരയും ഒന്നുമല്ല. ഇങ്ങനെയാണത് പറയേണ്ടത്: അലസത, അശ്രദ്ധ, ഒരുക്കമില്ലായ്മ, ഏകാഗ്രതയില്ലാത്ത അനുഭവം. ഇതൊക്കെയാണ് നമ്മുടെ തോൽവിക്ക് ചിലയിടങ്ങളിലൊക്കെ എങ്കിലും കാരണമാകുന്നത്. വിധി എന്ന വാക്കിന് ഇതൊക്കെ പര്യായ പദങ്ങളാകുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അലസമായി കിടന്നുറങ്ങിയവർക്ക് ആർക്കും ഒരു നല്ല ജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആരോടും ചോദിക്കാതെ തന്നെ നിങ്ങൾക്കും അറിയുന്ന കാര്യമല്ലേ. എല്ലാവരും ഒരുപോലെ ആത്മവിശ്വാസം ആർജിച്ചെടുത്താൽ ഒന്നും പരാജയത്തിൽ അവസാനിക്കില്ല. ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു: നമുക്ക് പലർക്കും ദൈവീയ വാഗ്ദത്തങ്ങളുണ്ട്. അത് മാത്രം മുറുകെ പിടിച്ച് അലസരായിരിക്കാതെ, ചിലതിൻ്റെയൊക്കെ മുമ്പിൽ ഭയപ്പെട്ടിരിക്കാതെ, ഉറപ്പോടെ, ധൈര്യത്തോടെ, ദൈവം കൂടെ ഉണ്ട് എന്ന ബോധ്യത്തോടെ കർമ്മനിരതരായി മുന്നോട്ട് പോകുമെങ്കിൽ തീർച്ചയായിട്ടും ജയം നിങ്ങൾക്കുള്ളതാണ്. ഞാൻ നിങ്ങൾക്കൂട്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. അങ്ങ് ഞങ്ങളോട് ചെയ്തിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും ഞങ്ങൾ പ്രാപിച്ചെടുക്കത്തക്ക നിലകളിൽ ധൈര്യത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.